असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय। मैत्रीं भजत अखिलहृजेत्रीं मैत्रीं भजत अखिलहृजेत्रीम् आत्मवदेव परानपि पश्यता आत्मवदेव परानपि पश्यता युद्धं त्यजत स्पर्धां त्यजत त्यजत परेषु अक्रममाक्रमणम् जननी पृथिवी कामदुःखास्ते जनको देव सकलदयालु जनको देव सकलदयालु दर्शय दत्ता सौम्यां पृथिवी श्रेयोद्भूयात् सकलजनानां श्रेयोद्भूयात् सकलजनानां श्रेयोद्भूयात् सकलजनानां श्रेयोद्भूयात् सकलजनानाम्। ഏവർക്കും നമസ്കാരം. വിജ്ഞാനത്തിൻ്റെ നദി പല കൈവഴികളായിട്ടാണ് ഒഴുകുന്നത്. ലോകം മുഴുവൻ ഒരു മഹാവ്യാധി ഗ്രസിച്ചിരിക്കുന്ന ഇക്കാലത്ത് അറിവിനും അതിൻ്റെ വിവിധങ്ങളായ വഴികളിലൂടെ സഞ്ചരിച്ചേ മതിയാവും. സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്തു നിന്ന് ഉദ്ദീപനി എന്ന ഒരു മഹാസംരംഭം ഈ വിദ്യാരംഭം ദിവസം തന്നെ LKG മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രഗത്ഭരായ അധ്യാപകരുടെയും അവരുടെ ശിഷ്യന്മാരുടെയും സഹകരണത്താൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കുന്ന ഒരു പുതിയ കാൽവെപ്പാണിത്. തങ്ങളുടെ വിദ്യാർത്ഥികളിലേക്ക് തന്നാലാവുന്ന വിധം അവരെ ഉദ്ദീപിപ്പിക്കുക, അതാണ് ആ പേരിൻ്റെ തന്നെ അർത്ഥം. ഉദ്ദീപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇൻസ്പയർ ചെയ്യുക എന്നാണ്. ഉദ്ദീപിപ്പിക്കുക, കുട്ടിയെ ഇൻസ്പയർ ചെയ്യിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വരണം. അപ്പോഴാണ് അത് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആവുള്ളൂ. അതിനുള്ള ഒരു വലിയൊരു പരിശ്രമമാണ് ഉദ്ദീപനയും അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം അധ്യാപകരും. അങ്ങനെ ഒക്ടോബർ 1-ാം തീയതിയാണ് ഞങ്ങളിതിൻ്റെ റെക്കോർഡിങ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? നമ്മളിപ്പോൾ ലോഞ്ച് പാഡിൽ 10, 11, 12 ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളാണ് ആദ്യം കൊടുക്കുന്നത്. ഇതിന് നമ്മളോട് ഒരുപാട് പേര് പിന്നിലും മുന്നിലും നിന്നിട്ട് സഹകരിച്ചിട്ടുണ്ട്. സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർത്തും ഇത് ഒരു വൻ വിജയമാക്കാം എന്ന് നമുക്ക് ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് ഞാൻ പ്രത്യേകം വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളെ നേർവഴിക്ക് നടത്താൻ വേണ്ടി നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. നിങ്ങൾ ഞങ്ങളോടുകൂടി ചേർന്ന് നിൽക്കണം. അപ്പോൾ ഇതൊരു വൻ വിജയമാവും. ഉദ്ദീപനി എന്ന ഈ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തലാണ് എൻ്റെ കർത്തവ്യം. ആ കർത്തവ്യം നിർവഹിച്ച് എന്നിൽ അർപ്പിതമായ അടുത്ത പരിപാടികളിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഈ ഉദ്ദീപനി എന്ന വിദ്യാരംഭം ദിവസം ആരംഭിക്കുന്ന ഈ ഓൺലൈൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്
എത്തിയിരിക്കുന്നത് ഗുരുക്കന്മാരുടെ ഗുരുവായ ശ്രീമാൻ പി ചിത്രൻ നമ്പൂതിരിപ്പാട് ആണ്. ശതാഭിഷേകം പിന്നിട്ട അദ്ദേഹം ഞങ്ങൾ ഈ കാര്യങ്ങൾ അവതരിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആവാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല, അതിന് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ്. മൂക്കുതല എന്ന ഗ്രാമത്തിൽ വളരെ വളരെ കാലങ്ങൾക്ക് മുമ്പേ ഒരു 5 ഏക്കർ ഭൂമിയിൽ അദ്ദേഹം ഒരു സ്കൂൾ പണിതു, വിദ്യാർത്ഥികളെ അഭ്യസിപ്പിച്ചു. ഏകദേശം 1949 1 രൂപയ്ക്ക് ആ സ്കൂളും ആ സ്ഥലവും അത് സർക്കാരിനെ ഏൽപ്പിച്ച ആ മഹാമനസ്കതയ്ക്ക് മുമ്പിൽ നമ്മൾ തലകുനിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മഹാഗുരുവിനെ ആണ് നമുക്ക് ഇതിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയത്. അദ്ദേഹത്തിനെ ഉദ്ഘാടനത്തിനായി പ്രത്യേകമായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നിങ്ങൾ കൂടിച്ചേർന്ന് ഒരു പഠന കേന്ദ്രം ആരംഭിക്കാൻ പോകുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇതാരംഭിക്കുന്നത് വിജയദശമി നാളാണ് എന്ന് കേട്ടപ്പോൾ ആ സന്തോഷം വർദ്ധിച്ചു. വിജയ എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥമുണ്ട്. വേദപഠനത്തിൻ്റെ സന്ദർഭമാണ് നവരാത്രി കാലം. വേദങ്ങൾ ജ്ഞാനം അടങ്ങിയിട്ടുള്ള വലിയ സമ്പത്താണ്. അപ്പം നല്ലൊരു ദിവസമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങളതിന് കൊടുത്ത പേര് പ്രചോദയാൽ എന്നാണ് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. ഓം ഭൂർഭവസ്വ തൽസവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാൽ എന്നാണ്. പ്രചോദയാലാണ്, പ്രചോദിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥന. പ്രചോദിപ്പിക്കുക എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ വളരെ ഇൻസ്പയർ ചെയ്യുക എന്നർത്ഥമാണ്. ഉദ്ധരിപ്പിക്കുക, ബുദ്ധിപരമായിട്ട്, വികാരപരമായി, ആശയപരമായി, വിജ്ഞാനപരമായി വളർത്തിക്കൊണ്ടുവരുന്നതിനാണ് പ്രചോദയയിൽ നിന്നുള്ള പ്രാർത്ഥന നടത്തുന്നത്. ഈ പ്രസ്ഥാനം നിങ്ങൾ എന്തുദ്ദേശിച്ചാണോ അവരെ പ്രത്യേകമായി പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അത് വിജയമാകട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. ദർശനാൽ സ്പർശനാൽ ശബ്ദാൽ കൃപയാ ശിഷ്യദേഹകേ ജനയേദ്യ സമാവേശം സംഭവം തഹി ദേശിക എന്നാണ്. ദേശിക എന്ന് വെച്ചാൽ ഗൈഡ് ഫിലോസഫറാണ്, ഗുരുവാണ്. എല്ലാ കാര്യവും നേരുവഴിക്ക് നടത്താൻ നയിക്കേണ്ട ആളാണ് ദേശികൻ. ദേശികനായ അങ്ങ് സ്പർശനാൽ തൊട്ടുകൊണ്ട്, ദർശനാൽ കാഴ്ച കൊണ്ട്, ദർശനാൽ സ്പർശനാൽ ശബ്ദാൽ ശബ്ദം കൊണ്ട്, കൃപയാ സ്നേഹപ്രകടനം കൊണ്ട്, ശിഷ്യദേഹകെ ശിഷ്യസമൂഹത്തെ, ദേഹം എന്ന് പറഞ്ഞാൽ ബോഡിയല്ല, ബോഡി എന്ന് പറഞ്ഞാൽ തന്നെ ഇംഗ്ലീഷിൽ തന്നെ അർത്ഥം സമൂഹമാണ്, വിദ്യാർത്ഥി സമൂഹം. ശിഷ്യദേഹകെ ജനയേദ്യ സമാവേശം ക്രിയേറ്റ്, യു ജനറേറ്റ് എ കോമണാലിറ്റി, വേണ്ട ബന്ധം സ്ഥാപിക്കുക. എല്ലാവരും തമ്മിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നുള്ള ഭാഗം സ്ഥാപിക്കുക. ആ ഒരു ആശയം അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കലാണ് ഈ ഗൈഡ് ഫിലോസഫറുടെ ഉദ്ദേശം എന്ന് ശ്രീരാമനെയും അനുജന്മാരെയും പഠിപ്പിച്ച വസിഷ്ഠൻ്റെ സന്ദേശം
ഒരു അധ്യാപകനുള്ള സന്ദേശമാണ്. ഈ സന്ദേശം ഞാൻ അന്ന് അവിടെ വെച്ച് വായിച്ചു, പറഞ്ഞു, ദേശിക ഇങ്ങനെയായിരിക്കണം നിങ്ങൾ കുട്ടികളോട് പെരുമാറേണ്ടത്. അവർ കയ്യും തൊട്ട്, അവരെ തലോടി, അവരോട് നല്ല വാക്ക് പറഞ്ഞ്, അവരെ സ്നേഹത്തോടു കൂടി പെരുമാറി അവരെ നിങ്ങൾ സ്വന്തം ഭാവനയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയുള്ള അധ്യാപകന്മാരെ വളർത്തി കൊണ്ടുവരലാണ് ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ അധ്യാപകനായ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ ഈ പുതിയ പ്രസ്ഥാനത്തിന്, പുതിയ സ്ഥാപനം, ഞാൻ അതിന് സ്കൂളൊന്നും വിളിക്കാത്തത് പ്രത്യേക മനസ്സോട് വെച്ചിട്ടാണ്. അത് നിങ്ങളുടെ ഈ പഠന കേന്ദ്രത്തിന് എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. അദ്ദേഹത്തിൻ്റെ കൈകളെ കൊണ്ട് ഉദ്ദീപനി ധന്യധന്യമായി ഉദ്ഘാടനം ചെയ്തു. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് വെള്ളിനേഴി ഗ്രാമത്തിൽ OMC നമ്പൂതിരിപ്പാടിൻ്റെ മകളും ബാലസാഹിത്യകാരിയുമായ ലീലാ അന്തർജനം. സുമംഗല എന്ന തൂലികാനാമത്തിലാണ് ടീച്ചർ ബാലസാഹിത്യം എഴുതിയത്. നമുക്ക് ഇതിലേക്ക്, ഈ ചടങ്ങിലേക്ക് ഇനി നമുക്ക് ക്ഷണിക്കാനുള്ളത്, തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് ഓൺലൈൻ പാഠപദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ്. LKG മുതൽക്ക് +2 കഴിയോളം ഉള്ള എല്ലാ ക്ലാസ്സുകൾക്കും ഓൺലൈനിൽ വളരെ അറിവുള്ള അധ്യാപകന്മാർ പഠിപ്പിക്കും. അതാത് വിഷയങ്ങളിൽ നല്ല അറിവുള്ളവർ പഠിപ്പിക്കും. അത് ആദ്യം മുതൽ തന്നെ LKG മുതൽക്ക് ഉള്ള കുട്ടികൾക്കും മുതൽ എല്ലാവർക്കും അത് പലർക്കും വളരെ ആവശ്യമുള്ളത്. ആർക്കും ദിവസേന അവനവൻ്റെ വീട്ടിൽ ഓൺലൈൻ എല്ലാവർക്കും ഉണ്ടാവും, നിവൃത്തിയില്ല, പറ്റുണ്ടാവില്ല, എല്ലാവർക്കും വരില്ല. അപ്പോൾ അത് അനവധി ആളുകൾക്ക് വലിയ ഉപകാരവും, പഠിക്കണമെന്ന് മോഹമുള്ള കുട്ടികൾക്ക് വലിയ ഉപകാരമാവും അത്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ LKGയിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് അത്ര മനസ്സിലാവില്ല. ഇത് ഈ ടീച്ചറാണ് പറയണതെന്നും ഒന്നും മനസ്സിലാവില്ല. വേറെ കുട്ടികളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവർക്ക് സ്കൂളൊന്നും തോന്നില്ല. അങ്ങനെ ഒരു ചെറിയ കുട്ടികൾ എന്നാലും പഠിക്കുന്നുണ്ട് അവർ. അതെനിക്ക് അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ അതിന് വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ ആണെന്ന് വെച്ചാൽ പല വിഷയങ്ങളുണ്ടാവുമല്ലോ, പല വിഷയങ്ങൾക്കും വെവ്വേറെ അധ്യാപകന്മാരുണ്ടാവും. അത് വലിയൊരു അനുഗ്രഹമാണ് ശരിക്കും. എല്ലാവർക്കും പോയി പഠിക്കാനുള്ള ഒരു ഉദ്ദീപനം തന്നെയാണ് കൊടുത്ത. അതിന് ഈ ഉദ്ദീപനയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് അത്ര വളരെ സന്തോഷം കേട്ടപ്പോൾ, ഇവിടെ ഉണ്ട് എല്ലാവർക്കും എന്ന് കേട്ടപ്പോൾ, എല്ലാവർക്കും വേണമെങ്കിൽ പഠിക്കാൻ പോയിട്ട് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം പഠിക്കാൻ വളരെ മോഹിച്ചിട്ട് അധികം പഠിക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം എനിക്ക് എൻ്റെ പഠിപ്പ് നിർത്തേണ്ടതായി വന്നു. അപ്പോൾ അതിലപ്പുറം കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. ഞാൻ എവിടെ സ്കൂൾ തുറക്കണോ അത് എനിക്ക് സാധാരണ സ്കൂളായാലും എനിക്കത് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ വിശേഷിച്ച് ഇന്നിപ്പോൾ സാധാരണ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം ഓൺലൈനിൽ തന്നെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഓൺലൈനിൽ പഠിച്ച എല്ലാ കുട്ടികളും +2 കൂടി കഴിഞ്ഞ ശേഷം കോളേജിലേക്കോ പിന്നെ അതിൻ്റെ പിന്നെയുള്ളതിലേക്കോ പോവാം. കാരണം ആദ്യത്തെ പ്രധാനപ്പെട്ട പഠിപ്പ് ആദ്യ പാഠങ്ങളാണ്. എപ്പോഴും വളരെ ബുദ്ധിമുട്ട് ആദ്യ പാഠങ്ങളാണ്. എല്ലാ കുട്ടികൾക്കും അതെ, എനിക്കും അങ്ങനെ ആയിരുന്നിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ടാവില്ല. അവർ സാധാരണ സ്കൂൾ പഠിപ്പിക്കണ പോലെ ആവില്ല, കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഓൺലൈനിലാവുമ്പോൾ. അപ്പോൾ അത് പഠിപ്പിക്കാൻ അറിയണവർ വേണം, പഠിക്കാൻ മോഹമുള്ളവരും വേണം. അങ്ങനെ വന്നാൽ അവർക്ക് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായിത്തീരും ഈ ഓൺലൈൻ ഈ ഉദ്ദീപനി. വളരെ സന്തോഷമുണ്ടത് കേട്ടതിൽ. മോഹമുള്ളവർക്ക് ഒന്ന് പഠിക്കാനും അത് വേണ്ടതുപോലെ പഠിപ്പിക്കാനുള്ള അധ്യാപകരും എല്ലാം ഉണ്ടായിട്ട് ഇത് ഉടൻ തുടങ്ങും, അടുത്തന്നെ തുടങ്ങും. അപ്പോൾ അത് എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരട്ടെ, എല്ലാവർക്കും സന്തോഷം ഉണ്ടായിത്തീരട്ടെ. അങ്ങനെ ഈ എന്നും ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്ന് എല്ലാം പഴയതുപോലെ ആയാലും ഈ ഓൺലൈൻ ഉണ്ടായിരിക്കുന്നതൊരു ഉപകാരമാണ്. അപ്പോൾ അത് എന്നും തുടരട്ടെ, നന്നായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. At the outset, I would like to wish Mukundan and the team
in the new endeavor which they are going to start, Uddeepani. I am sure it will be a real university of education or with fully committed people. I am sure the new institution which is going to come up will be an excellent, university or whatever it is, a center for learning, and all the children will take the good message along with this, and I am sure is completely committed, and God's support will be there in all these endeavors. ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ട യുവാക്കളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യം നേടുന്നതിൽ ഒരു പങ്ക് വഹിക്കാൻ ഒരു അധ്യാപകനായി സാധിക്കുമെന്നുള്ളത് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും അങ്ങേയറ്റം അംഗീകരിക്കപ്പെടേണ്ട സംഗതിയാണ്. ആ ഒരു ഉദ്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് എൻ്റെ ഒരു വിദ്യാർത്ഥിയായ മുകുന്ദനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂടി ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഉദ്ദീപനി എന്നു പേരുള്ള ആ സരസ്വതി കേന്ദ്രം നാട്ടിലെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾക്ക് 1 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങേയറ്റം ഉപകാരപ്രദമായി തീരുന്നതിന് വേണ്ടി ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സരസ്വതി ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട് മുഴുവൻ ഗ്രസിച്ച ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഒരു സംഘം അധ്യാപകർ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. അവരുടെ ഉള്ളിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇരുന്ന് സ്വന്തം പുസ്തകങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന കുട്ടികളുടെ മുഖം അവരുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് അവർ ആദ്യമായിട്ടൊരു പുതിയ ഒരു ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉദ്ദീപനി എന്നൊരു ഒരു വലിയ ഒരു പഠന കേന്ദ്രം, ഒരു ഓൺലൈൻ പഠന കേന്ദ്രം ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് ഒരു മഹാഗുരുവിൻ്റെ പേരാണ്. ആ ഗുരുവാണ് വടക്കേ താമറ്റൂർ ശിവശങ്കരൻ നായർ. അദ്ദേഹം ഒരു സന്യാസിയല്ല, നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ മഹാപണ്ഡിതനൊന്നുമല്ല. പക്ഷേ ചേലക്കരയിലെ സ്വന്തം വീടിൻ്റെ തട്ടിൻപുറത്തിരുന്ന് അദ്ദേഹം ലോകത്തോട് വിളംബരം ചെയ്തത് ഒരു ഗുരു ശിഷ്യന്മാർക്ക് എന്നതുപോലെ ഞങ്ങൾ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ടും ഞങ്ങൾ സ്വാംശീകരിച്ചെടുക്കുകയുണ്ടായി. അന്ന് ശിവശങ്കരൻ നായർ എന്ന ശിവേട്ടൻ ഉപനിഷത്തിൽ ഏറ്റവും നിഷ്ണാതനായൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിലും ഒരു വലിയ വിജ്ഞാനത്തിൻ്റെ സാഗരം തിരതല്ലുന്നുണ്ട്. ആ തിരകളെ ഒന്ന് ജ്വലിപ്പിക്കുക അല്ലെങ്കിൽ ഒന്ന് പ്രകാശിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഉദ്ദീപനി എന്നാൽ അതിൻ്റെ അർത്ഥം ജ്വലിപ്പിക്കുക, അതുപോലെ തന്നെ പ്രകാശനം ചെയ്യുക, പ്രകാശിപ്പിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് ആ സംഘം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈൻ ട്യൂട്ടർ രംഗത്ത് വലിയ ചലനം സൃഷ്ടിക്കാൻ പര്യാപ്തമായിട്ടുള്ള അധ്യാപകരാണ്. ഭാരതത്തിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു പാരമ്പര്യമെന്ന് പറയുന്നത് നൽകുക അല്ലെങ്കിൽ കൊടുക്കുക എന്നതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ജ്ഞാനത്തെ മറ്റൊരാളിലേക്ക് കടത്തിവിട്ട് ആ മനസ്സിനെയും പ്രകാശിപ്പിക്കുക, ആ മനസ്സിനെയും ജ്വലിപ്പിക്കുക എന്നതാണ് അധ്യാപകരുടെ ധർമ്മം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ധർമ്മം. ആ ധർമ്മം ഉദ്ദീപനി പൂർണ്ണമായും പാലിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നിങ്ങളും ഒപ്പം ചേരുന്നതോടുകൂടി, നിങ്ങളും അതിൽ പങ്കാളികളാവുന്നതോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്തായിട്ടുള്ള ആശയചക്രവാളം വളരട്ടെ, അത് വലുതാവട്ടെ, കേരളത്തിൻ്റെ മുഴുവൻ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രഭ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ. കോവിഡ് എന്ന മഹാമാരി മനുഷ്യരാശിയെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് 7 മാസം പിന്നിടുകയാണ്. നമ്മുടെ എല്ലാ ചലനാത്മകതകളെയും അത് ബാധിച്ചിരിക്കുന്നു.
പക്ഷേ ഈ കോവിഡ് കാലത്ത് അറിവിനും അതിൻ്റെ കൈവഴികൾക്കും ഒഴുകിയേ മതിയാകൂ. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ പുതിയ ഉണർവ്, പുതിയ രീതിയിൽ നൽകേണ്ട ഒരു കാലമാണ് എന്നെനിക്ക് തോന്നുന്നു. ഈ ആശയം സ്വാംശീകരിച്ചിട്ടാണ് സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൽ ഉദ്ദീപനി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ദീപനി പുതിയ ജ്ഞാനകേന്ദ്രമായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഈ കോവിഡ് കാലത്തും അറിവിൻ്റെ പുത്തൻ വെളിച്ചവുമായി ഉദ്ദീപനിക്ക് പലതും ചെയ്യാനാകും. ഉദ്ദീപനി ഒരു ചെറിയ വൃക്ഷത്തൈയാണ്. അത് ഈ മണ്ണിൽ വേരുകൾ പടർത്തി ഒരു മഹാവൃക്ഷമായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഉദ്ദീപനിയുടെ ഈ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും വീണ്ടും വിജയത്തിലേക്ക് കുതിക്കുവാൻ എല്ലാവിധത്തിലുള്ള ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനകളോടെ ഏവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. ഉദ്ദീപനിക്ക് വീണ്ടും വീണ്ടും വിജയാശംസകൾ. Good teachers are an important part of success in these competitive times. Great teachers always bring out the best in their students. In this era of COVID, motivation, creation of effective work schedules, and novel ideas and teaching methods are all very, very important. My cousin Professor Mugundan has embarked on one such venture to help students to reach the pinnacle of success. It is called Uddipani. I wish the team all the best, and I hope it will emerge as a hub of knowledge sharing, not only in Thrissur and Kerala, but across the whole of India. വിദ്യാഭ്യാസ സംരംഭമായ ഈ ഉദ്ദീപനി എന്ന പ്രസ്ഥാനത്തിന് ഇന്നത്തെ ഒരു പ്രസ്ഥാനമായി വളരട്ടെ. എല്ലാ മംഗളങ്ങളും വിജയങ്ങളും ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. ഉദ്ദീപനി എന്ന് പറയുന്ന സംരംഭം ഒരു അധ്യാപക വിദ്യാർത്ഥി 1-to-1 കറസ്പോണ്ടൻസിലേക്ക് വളരുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ അധ്യാപകർക്കും അവർ പഠിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അറിയണം, അവരുടെ ആവശ്യം എന്താണെന്ന് അറിയണം, അവരിലെ ഒരു അപകർഷതാബോധമില്ലാതെ, ഒരു വലിപ്പചെറുപ്പബോധമില്ലാതെ അവരോട് സംവദിക്കാൻ കഴിയണം. ഈ രീതിയിൽ നമ്മളിപ്പോൾ കോളേജിൽ കാണുന്ന രീതിയിലുള്ള ആ ഒരു വ്യാപകമായിട്ടുള്ള കമ്പാരിസൺസ് പോകണം. ഇപ്പോൾ കമ്പാരിസൺ ഉണ്ടാവില്ല. ഓരോരുത്തർക്കും വേണ്ടത് പഠിക്കാം, വേണ്ടത്ര പഠിക്കാം, എന്തൊക്കെയാണോ ആവശ്യം അത് പഠിക്കാം. അതിന് അധ്യാപകൻ തയ്യാറാകണമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിലെ അധ്യാപകൻ്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിക്കുന്നു. വിദ്യാർത്ഥിയുടെ പ്രാധാന്യം അതിനേക്കാൾ കൂടുതൽ വർദ്ധിക്കുന്നു. അങ്ങനെ വളരെയധികം വ്യാപിക്കാവുന്നൊരു പ്രധാനം ഒരു രീതിയാണ് ഇപ്പോഴത്തെ ഓൺലൈൻ എഡ്യൂക്കേഷൻ. അത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിൽ സഹകരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, എൻ്റെ വിജയാശംസകൾ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, സഹകരിക്കാം, സഹായിക്കാം. നമസ്കാരം. ഇപ്പോഴിതാ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് പുതിയ പുതിയ മേഖലകളിൽ കൂടുതൽ വിദ്യാർത്ഥികളിൽ എത്താനായിട്ടൊരു സംരംഭം തുടങ്ങിവെക്കുന്നു. മികച്ച വിദ്യാർത്ഥിയിൽ നിന്ന് മികച്ച അധ്യാപകനിലേക്കും മികച്ച അധ്യാപകനിൽ നിന്ന് മികച്ച സംഘാടകനിലേക്കുള്ള മുകുന്ദന്റെ മാറ്റത്തിലെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഭാരതീയ തത്വശാസ്ത്രം അനുസരിച്ച് ശിക്ഷാ ഇച്ഛതേ പരാജയം എന്ന വാക്യം ആസ്വദിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് മുകുന്ദന് എല്ലാവിധ ആശംസകളും വിജയങ്ങളും ഞങ്ങളുടെ കുടുംബം ഒന്നിച്ച് നേരുന്നു. എല്ലാ വിജയങ്ങളും നേടട്ടെ. Namaste. Never stop learning because life never stops teaching. Learning is a continuous process. It happens when we connect concepts with real practical applications. The wheel of time has taken us to a world where the focus has completely shifted to e-learning. Your initiation in fostering a refreshing education by tapping the learner's attitude and aptitude with an open-minded approach is highly appreciable. Wishing your new venture, Uddipani Learning Solutions, all success. May God help you chase your vision and mission. Thank you. Hari Om. When a group of people come together
a germ of an idea is born. When the group consists of academically brilliant individuals, the idea snowballs and projects in a very productive manner, which is useful for school-going children. This is exactly what happened at Uddeepani Learning Solutions, and the idea has finally blossomed and fructified into a product worthy of appreciation. The way the team functioned deserves applause and accolades as they handled the project in a positive manner with a lot of critical thinking. I am sure this work will bring joy to our children in future. Best wishes to Team Uddeepani. May the Lord omnipresent and omnipotent shower His supreme blessings on the joyous occasion of Mahanavami and in future also. Best wishes. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, നമ്മുടെ മനുഷ്യ നന്മയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അറിവ്. ഈ അറിവാണ് മനുഷ്യനെ മറ്റ് ചരാചരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുന്നത്. ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പല വഴികളിൽ കൂടി സഞ്ചരിക്കുന്നതിനിടയിലാണ് ഒരു മഹാമാരി വന്ന് നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് വിഴുങ്ങാനുള്ള ശ്രമം ആരംഭിക്കുന്നത്. ആ മുകുന്ദൻ മാഷും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് ചിത്രം നമ്പൂതിരിപ്പാടിൻ്റെ, മഹാനായ ചിത്രം നമ്പൂതിരിപ്പാടിൻ്റെ കൈകളാൽ കൊളുത്തിയ ഈ വിളക്കിൻ്റെ വെളിച്ചം നമ്മൾക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ, അതിന് ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഉദ്ദീപിനി എന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. Namaste. It's a strong belief that anything which is started with a good intention will reach success. The initiative of Mukundan sir and his team, Uddeepani Solutions, is one of that kind. Dear sir, I wish all success to your initiative, which is meant for the children to make learning more meaningful and joyful. On this auspicious day of Vijayadashami, may Goddess Saraswati bless you abundantly so that many children enjoy the benefit of your hard work. Thank you and namaste. In the current situation of uncertainty, we have seen education moving from the traditional classroom to e-learning. In this context, your noble venture will ensure quality education to aspiring minds. Wishing you all the very best and joining hands in prayers for your success. Thank you. Greetings to all. It is said learning doesn't just happen, it requires careful planning and meticulous implementation. Your present venture, Uddeepani, is a proof of this fact. Experienced teachers, meticulous planning and commitment will surely take Uddeepani Learning Solutions a long way. Wishing and praying for a long and successful venture. Thank you. Dear Professor and my dear friends, I am Professor Balakrishnan, a colleague of Professor Mukundan at P.C. Thomas classes. I have been with Professor P.C. Thomas ever since the inception of the institution, and I am still continuing. So please excuse my inability to participate in the function. I wish Professor Mukundan all success in his new venture. Thank you. Congratulations to Professor Mukundan sir and his team of eminent teachers on the occasion of the launch of the e-learning portal Uddeepani Learning Solutions. This will definitely be victorious, not because it is being launched on the Vijayadashami day, but because of the effort and the dedicated work
of Professor Mugundan sir and his team. I hope that this venture will overcome the deficiency of quality teachers in this country and give access to the students in the rural parts of this country to meet and to learn from eminent teachers in various subjects. All the best once again. സദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ആദ്യമായി ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ ഈ ഉദ്ദീപിനി എന്ന സംരംഭം ഉദ്ഘാടനം ചെയ്ത ശ്രീമാൻ ചിത്രം നമ്പൂതിരിപ്പാട് അവர்களോടാണ്. അധ്യാപക സമൂഹത്തിൻ്റെ മഹാഗുരുക്കന്മാരിൽ പ്രഥമസ്ഥാനീയനാണ് ശതാഭിഷേകം പിന്നിട്ട മഹാനായ ശ്രീമാൻ ചിത്രം നമ്പൂതിരിപ്പാട്. അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച ബാലസാഹിത്യകാരി സുമംഗലി ഓപ്പോളോടാണ്. ഏകദേശം 33 കൃതികളിൽ 23 എണ്ണവും ബാലസാഹിത്യത്തിനു വേണ്ടി സമർപ്പിച്ച അക്ഷരമുത്തശ്ശിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ പേരിലും ഉദ്ദീപനിയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഉദ്ദീപനിയുടെ എല്ലാമായ മുകുന്ദമാഷക്കാണ്. 34 വർഷക്കാലമായി മാത്തമാറ്റിക്സ് അധ്യാപന രംഗത്ത് പുതിയൊരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മാഷക്ക് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും വലിയൊരു ശിഷ്യസമ്പത്ത് തന്നെ ഉണ്ട്. ആ ഒരു സൗഭാഗ്യം എനിക്കും എൻ്റെ മകനും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒരു മാസക്കാലമായി ഊണും ഉറക്കവുമില്ലാതെ നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി അഹോരാത്രം ജോലി ചെയ്ത ടീച്ചർ സമൂഹത്തിനോടും പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ക്യാമറ ആൻഡ് എഡിറ്റിംഗ് ടീമിനോടാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അവരുടെ ജോലി വളരെ കൃത്യതയോടുകൂടി അവർ പൂർത്തീകരിച്ചു. അവരോടും ഞാൻ പ്രത്യേകമായി ആത്മാർത്ഥതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഉദ്ദീപനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്ത അനധ്യാപകരോടും ബാക്കി എല്ലാവരോടും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावतीतमस्तु मा विद्विषावहै. ॐ शान्ति शान्ति शान्तिः.